ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി പ്രസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ SCERT ബേസിക് സയൻസിലെ 1ാമത്തെ ചാപ്റ്ററിൻ്റെ 2ാമത്തെ പാർട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആഹാരത്തിലൂടെ ആരോഗ്യം എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 2ാമത്തെ പാർട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം അതിൻ്റെ കമൻറ്റ് ബോക്സിലിടുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സമയം കളയാതെ നമ്മൾ ക്ലാസ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ SCERT ക്ലാസ്സുകൾ നമ്മൾ A to Z, അതായത് ഒരു കാര്യം പോലും വിടാതെ ആണ് നമ്മൾ SCERT ക്ലാസ്സുകൾ എടുക്കുന്നത്. നമ്മൾ എല്ലാവരും നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഇനി പ്രത്യേകിച്ച് ഈ ഒരു SCERT നമ്മൾ സിലബസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ SCERTയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസർ ഓരോ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് എല്ലാ ചാപ്റ്ററിൻ്റെയും ക്വസ്റ്റ്യൻ ആൻസർ ആയിരിക്കും അപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു മണിക്കൂർ ക്ലാസ്സുകളെല്ലാം അതിലങ്ങ് തീരും. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകൾ വായിച്ചു പോകുന്നത് കൊണ്ടാണ് നമ്മൾ ഇത്രയും 2 പാർട്ടൊക്കെ വേണ്ടി വരുന്നത്. അപ്പോൾ അത് നമ്മൾ ഉടൻ തന്നെ അതിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ക്ലാസ്സുകൾ ഇതുപോലെ വായിച്ച് തന്നെയാണ് പോകാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ക്ലാസ് കഴിഞ്ഞാലാണ് അടുത്ത് നമ്മൾ SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള പുതിയ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടി നമ്മൾ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇനി നമ്മളിവിടെ പഠിക്കാനുള്ളത് അപര്യാപ്തത രോഗങ്ങൾ എന്ന് പറയുന്ന ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് പറയുന്ന അടുത്ത ഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വൈറ്റമിൻസിനെ കുറിച്ചും വിവിധ തരത്തിലുള്ള വിറ്റാമിനുകളെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. ഇനി ഈ വിറ്റാമിൻസിൻ്റെ അല്ലെങ്കിൽ ഈ വിറ്റാമിനുകൾ നമ്മുടെ ശരീരത്തിൽ ആവശ്യാനുസരണം ചെന്നില്ല എങ്കിൽ ഉള്ള അപര്യാപ്തത രോഗങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. വിറ്റാമിനുകളും ധാതുക്കളും കുറഞ്ഞ അളവിൽ മാത്രമേ ശരീരത്തിന് ആവശ്യമുള്ളൂ. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ ഈ വൈറ്റമിൻസ് അതുപോലെ ധാതുക്കൾ ഇവയൊക്കെ എന്താണ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞ അളവിൽ മാത്രം മതിയാവുന്നതാണ്. എങ്കിലും വേണ്ടത്ര അളവിൽ അവ ലഭ്യമായില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അപര്യാപ്തത രോഗങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ നമ്മളെപ്പോഴും പറയില്ലേ, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻസ് അതുപോലെ പ്രോട്ടീന് ധാതുക്കൾ ഇതൊക്കെ ആവശ്യാനുസരണം നമ്മുടെ ശരീരത്തിൽ എത്തിയില്ല എങ്കിൽ എന്ത് സംഭവിക്കും? ഇതുമായി ബന്ധപ്പെട്ട അപര്യാപ്തത രോഗങ്ങൾ ഉണ്ടാകും. പ്രോട്ടീൻ്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന അപര്യാപ്തത രോഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. നമ്മൾ പ്രോട്ടീൻ്റെ അളവ് കുറയുന്നത് മൂലമുള്ള അപര്യാപ്തത രോഗങ്ങൾ നമ്മൾ പറഞ്ഞു. കോഷിയോർക്കർ അതുപോലെ മരാസ്മസ് ഇതൊക്കെ പ്രോട്ടീൻ്റെ അളവ് കുറയുന്നത് മൂലമുള്ള രോഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. ഇനി വിറ്റാമിനുകളുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗങ്ങൾ പട്ടികപ്പെടുത്തിയിരിക്കും. താഴെ ശ്രദ്ധിച്ചാൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഇത് കണ്ടോ, ഇത് ഓരോ വിറ്റാമിനുകളും ഈ വിറ്റാമിനുകൾ മൂലമുണ്ടാകുന്ന അപര്യാപ്തത രോഗങ്ങളുമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ വൈറ്റമിൻ എ അതുമായി ബന്ധപ്പെട്ട അപര്യാപ്തത രോഗങ്ങൾ എന്നിവയാണ് നമ്മൾ പറയുന്നത്. വൈറ്റമിൻ എയുടെ അപര്യാപ്തത രോഗം എന്ന് പറയുന്നത് നിശാന്തതയാണ്. അപ്പോൾ വൈറ്റമിൻ എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് നിശാന്തത. ഇനി വിറ്റാമിൻ ബി ഗ്ലോസിറ്റിസ് അല്ലെങ്കിൽ നാവ് വീക്കവും നാവിലെ തൊലി ഇളകുന്ന അവസ്ഥയും. അപ്പോൾ ഈ ഒരു അസുഖത്തിന് പറയുന്ന പേരാണ് ഗ്ലോസിറ്റിസ്. ഈ ചിലപ്പോൾ ഗ്ലോസിറ്റിസ് എന്ന് മാത്രം തരാം. ഗ്ലോസിറ്റിസ് എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ബിയുടെ അഭാവം മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് ഗ്ലോസിറ്റിസ്. അത് ശരിക്കും പറഞ്ഞാൽ നാവ് വീക്കവും നാവിലെ തൊലി ഇളകുന്ന അവസ്ഥയും ഇതിനാണ് നമ്മൾ ഗ്ലോസിറ്റിസ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു രോഗമാണ് വായ്പുണ്ണ്. അപ്പോൾ വൈറ്റമിൻ ബിയുടെ അഭാവം മൂലം 2 രോഗാവസ്ഥകൾ ഉണ്ടാകും. അതിലൊന്ന് ഗ്ലോസിറ്റിസും മറ്റൊന്ന് വായ്പുണ്ണുമാണ്. ഇനി
ഇനി നമ്മൾ പറയുന്നത് വൈറ്റമിൻ സി മൂലമുണ്ടാകുന്ന അപര്യാപ്തത രോഗമാണ് മോണയിൽ നിന്നുള്ള രക്തസ്രാവം. ഈ മോണയിൽ നിന്നുള്ള രക്തസ്രാവം അല്ലെങ്കിൽ ഈ ഒരു രോഗത്തിന് പറയുന്ന പേരാണ് സ്കർവി എന്ന് പറഞ്ഞാൽ എന്താണ്? മോണയിൽ നിന്നുള്ള രക്തസ്രാവം. അത് വൈറ്റമിൻ സിയുടെ അപര്യാപ്തത കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഇനി വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത രോഗമാണ് കണ എന്ന് പറയുന്നത്. അപ്പോൾ കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് നമ്മൾ പറയും. ഇത് എന്താണ്? വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ്. ഏത് വിറ്റാമിൻ്റെ അഭാവം മൂലമാണ് സ്കർവി ഉണ്ടാകുന്നത്? ഇനി ഇതൊക്കെ തന്നിട്ട് ഇവിടെ ക്വസ്റ്റ്യൻ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഏത് വിറ്റാമിൻ്റെ അഭാവം മൂലമാണ് സ്കർവി ഉണ്ടാകുന്നത്? അപ്പം നമ്മൾ പറഞ്ഞു വൈറ്റമിൻ സിയുടെ അഭാവം മൂലമാണ് സ്കർവി അല്ലെങ്കിൽ മൂണയിൽ നിന്നുള്ള രക്തസ്രാവം ഉണ്ടാകുന്നത്. നിങ്ങളുടെ വീട്ടിലെ ആർക്കെങ്കിലും വായ്പുണ്ണ് വന്നാൽ അവരുടെ ഭക്ഷണത്തിൽ ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടുത്താൻ നിങ്ങൾ നിർദ്ദേശിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വായ്പുണ്ണ് എന്ന് പറയുന്നത് നമ്മുടെ നാവ് വീക്കവും നാവിലെ തൊലി ഇളകുന്ന അവസ്ഥയുമാണ് വായ്പുണ്ണെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു അസുഖം വന്നാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വൈറ്റമിൻ ബി ധാരാളമുള്ള ഫുഡ് നമ്മൾ കഴിക്കണം. വൈറ്റമിൻ ബി എന്തെങ്കിലുമൊക്കെയാണ് ഉള്ളത് അതുമായി ബന്ധപ്പെട്ട തവിട് ചേർന്ന ഭക്ഷണ സാധനങ്ങൾ, അതുപോലെ തവിട് ചേർന്ന എണ്ണ, ഇതൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഈ വായ്പുണ്ണ് പോലുള്ള അസുഖങ്ങൾ മാറിക്കിട്ടുന്നതാണ്. ഇനി ഏത് വിറ്റാമിൻ്റെ കുറവാണ് നിശാന്തതയ്ക്ക് കാരണം? നമ്മൾ പറഞ്ഞു വൈറ്റമിൻ എയുടെ കുറവ് മൂലമാണ് എന്തുണ്ടാകുന്നത്? നിശാന്തത ഉണ്ടാകുന്നത്. ഏത് വിറ്റാമിൻ്റെ അഭാവം മൂലമാണ് കണയുണ്ടാകുന്നത്? കണ എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി അതിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് കണ. അപ്പോൾ പട്ടിക വിശകലനം ചെയ്ത നിങ്ങളുടെ നിഗമനങ്ങളൊക്കെ കുട്ടികളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗത്തേക്കാണ് പോകുന്നത്. നിശാന്തത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്നാൽ എന്തെന്നാണ് ഇവിടെ തന്നിട്ടുണ്ട്. ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിലും അനുഭവപ്പെടുന്ന കാഴ്ചക്കുറവാണ് നിശാന്തത. അപ്പം നിശാന്തത എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? ഇരുട്ടിലും അതുപോലെ മങ്ങിയ വെളിച്ചത്തിലും ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കാണാൻ പറ്റത്തില്ല. അങ്ങനെ ആർക്കെങ്കിലും അനുഭവപ്പെട്ടാൽ ആ ഒരു രോഗാവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് നിശാന്തത. നിശാന്തതയുള്ള വ്യക്തികൾക്ക് പകലും രാത്രിയിൽ നല്ല വെളിച്ചത്തിലും കാഴ്ചയ്ക്ക് യാതൊരു തകരാറും ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ നിശാന്തതയുള്ള ഒരു വ്യക്തിയെ നോക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് പകലും അതുപോലെ തന്നെ രാത്രിയിൽ നല്ല വെളിച്ചത്തിലും എന്തുണ്ടായിരിക്കത്തില്ല? കാഴ്ചയ്ക്ക് യാതൊരു തകരാറും ഉണ്ടായിരിക്കില്ല. അവർക്ക് കാണാൻ പറ്റാത്തത് ഏത് സമയം മാത്രമാണ്? ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിലും അനുഭവപ്പെടുന്ന കാഴ്ചക്കുറവിനെയാണ് നമ്മൾ നിശാന്തത എന്ന് പറയുന്നത്. ധാതുക്കളുടെ അഭാവം മൂലമുണ്ടാകുന്ന അപര്യാപ്തത രോഗങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. അപ്പോൾ ആ പട്ടികയിലെ പ്രധാനപ്പെട്ട ധാതുക്കൾ പറഞ്ഞിട്ടുണ്ട്. അതുമൂലമുണ്ടാകുന്ന അപര്യാപ്തത രോഗങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇനി പ്രധാന ധാതുക്കളിൽ ഒന്നാണ് അയൺ മൂലമുണ്ടാകുന്ന അപര്യാപ്തത രോഗം. അപ്പോൾ അയണിൻ്റെ കുറവ് മൂലം എന്തൊക്കെ ഉണ്ടാകാം? അനീമിയ അല്ലെങ്കിൽ വിളർച്ച ഉണ്ടാകുന്നു. അപ്പോൾ അനീമിയ അല്ലെങ്കിൽ വിളർച്ച ഉണ്ടാകുന്നത് എപ്പോഴാണ്? പ്രധാനമായിട്ടും നമ്മൾ ഈ ഗർഭിണികളിലൊക്കെയാണ് പ്രധാനമായിട്ടും കൂടുതലായിട്ട് അനീമിയ എന്ന് പറയുന്ന ഈ ഒരവസ്ഥ കാണപ്പെടുന്നത്. അപ്പോൾ അയണിൻ്റെ അഭാവമാണ് എന്തിന് കാരണം? ഈ പറഞ്ഞ അനീമിയ എന്ന് പറയുന്ന രോഗമുണ്ടാകുന്നതിന് കാരണം. ഇനി നമ്മൾ പറയുന്നത് അയഡിനാണ്. അയഡിൻ ധാതുവിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ഗോയിറ്റർ. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്ത് കഴിച്ചാൽ മതി? നമ്മൾ ഫുഡിൽ അയഡിൻ ചേർന്ന ആഹാര സാധനം, പ്രധാനമായിട്ടും ഉപ്പ്, അയഡിൻ ചേർന്ന ഉപ്പൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാകില്ല? ഈ ഗോയിറ്റർ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകില്ല. ഇനി നമ്മൾ പറയുന്നത് കാൽസ്യമാണ്. അപ്പോൾ കാൽസ്യത്തിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലുകളൊക്കെ പൊട്ടുന്ന ഒരവസ്ഥയാണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എല്ലുകളെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഏത് ധാതുവിൻ്റെ അഭാവം മൂലമാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ കാൽസ്യത്തിൻ്റെ
അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോപൊറോസിസ്. ഇനി ഇവിടെ ഇത് ഓരോന്നും ക്വസ്റ്റ്യൻസ് ആയിട്ടും തന്നിട്ടുണ്ട്. എന്താണ് അയണിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏതാണ്? അപ്പോൾ അയണിൻ്റെ അഭാവം മൂലം നമ്മൾ പറഞ്ഞു എന്താണ് അനീമിയ അല്ലെങ്കിൽ വിളർച്ചയാണ് അയണിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥ. ഇനി ഗോയിറ്റർ രോഗം ഉണ്ടാകാതിരിക്കാൻ നാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ആഹാര വസ്തുക്കൾ ഏതൊക്കെയാണ്, എന്തുകൊണ്ട്? അപ്പോൾ ഗോയിറ്റർ വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ അയഡിൻ ചേർന്ന ആഹാര സാധനങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ധാരാളമായിട്ട് ഉൾപ്പെടുത്തിയാൽ മതിയാകുന്നതാണ്. ഇനി ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാകാതിരിക്കാൻ ഏതൊക്കെ തരം ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം? അപ്പോൾ നമ്മൾ ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാകുന്നത് തന്നെ കാൽസ്യത്തിൻ്റെ അഭാവം മൂലമാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ കാൽസ്യം ധാരാളം അടങ്ങിയിട്ടുള്ള മുട്ട, അതുപോലെ പാല്, ഇതൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഇലക്കറികൾ മുതലായവയൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ എന്താണ് നമ്മുടെ ഈ ഒരു അവസ്ഥ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്ന ആ ഒരു രോഗം ഇല്ലാതാകും. എന്തിനാണ് സ്കൂളിൽ അയൺ ഗുളിക വിതരണം ചെയ്യുന്നത്? അപ്പം നമുക്കറിയാം സ്കൂളുകളിലൊക്കെ മാസങ്ങളിലോ അല്ലെങ്കിൽ ആഴ്ചകളിലോ ഒക്കെ അയൺ ഗുളിക വിതരണം ചെയ്യാറുണ്ട്. കുട്ടികളിലെ വിളർച്ച ഒഴിവാക്കുന്നതിന് വേണ്ടി, കൗമാരപ്രായത്തിലുള്ള കുട്ടികൾക്ക് വിളർച്ച ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് നൽകുന്നത്? അയൺ ഗുളിക വിതരണം ചെയ്യുന്നത്. മുകളിൽ നൽകിയിരിക്കുന്ന 2 പട്ടികകളും വിശകലനം ചെയ്ത അപര്യാപ്തത രോഗങ്ങളെക്കുറിച്ച് ലേഖനം തയ്യാറാക്കാൻ അതും കുട്ടികൾക്കുള്ളതാണ്. ഇനി നമ്മൾ പറയുന്നത് ഓസ്റ്റിയോപൊറോസിസ് എന്താണെന്നാണ് പറയുന്നത്. അസ്ഥികളിലെ ധാതുക്കളുടെ സാന്ദ്രത കുറയുന്നത് മൂലം എല്ലുകളുടെ കട്ടി കുറഞ്ഞ് ദുർബലമാകുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അസ്ഥിക്ഷയം എന്നും ഇതിന് മലയാളത്തിൽ നമ്മൾ പറയും. അപ്പോൾ നമ്മുടെ അസ്ഥികളിലെ ധാതു പ്രധാനമായിട്ടും ഏതിൻ്റെതാണ്? കാൽസ്യം എന്ന് പറയുന്ന ധാതു. ഇതിൻ്റെ സാന്ദ്രത കുറയുന്നത് മൂലം നമ്മുടെ എല്ലുകളുടെ കട്ടി കുറഞ്ഞിട്ട് ദുർബലമാകുന്ന അവസ്ഥയ്ക്കാണ് ഓസ്റ്റിയോപൊറോസിസ് അഥവാ അസ്ഥിക്ഷയം എന്ന് പറയുന്നത്. എല്ലുകളുടെ ബലക്ഷയം, പൊട്ടൽ എന്നിവയ്ക്ക് ഇത് കാരണമാകുന്നു. അപ്പോൾ ഓസ്റ്റിയോപൊറോസിസ് വന്നാൽ നമ്മുടെ എല്ലുകൾ പൊട്ടൽ അല്ലെങ്കിൽ എല്ലുകൾക്ക് ബലക്ഷയം ഒക്കെ ഉണ്ടാകുന്നു. ഇനി അടുത്ത് നമ്മൾ പറയുന്ന മറ്റൊരു രോഗമാണ് ഗോയിറ്റർ. ഇവിടെ ഒരു ചിത്രമൊക്കെ തന്നിട്ടുണ്ട്. ഗോയിറ്റർ വന്ന ഒരാളുടെ കഴുത്തിൻ്റെ ആ ഒരു ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ അയഡിൻ്റെ അഭാവം മൂലം തൊണ്ടയിലെ തൈറോയിഡ് ഗ്രന്ഥി വലുതാകുന്ന അവസ്ഥയാണ് സിമ്പിൾ ഗോയിറ്റർ അഥവാ തൊണ്ടമുഴ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളീ പറഞ്ഞ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കുറയുക, അയഡിൻ്റെ അഭാവം മൂലം നമ്മുടെ തൊണ്ടയിൽ എന്ത് ചെയ്യുന്നു? തൈറോയിഡ് ഗ്രന്ഥി വലുതാകും. ഈ ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ സിമ്പിൾ ഗോയിറ്റർ എന്ന് പറയും, അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റൊരു പേരാണ് തൊണ്ടമുഴ. ഇനി തൈറോയിഡ് ഗ്രന്ഥിയുടെ ഹോർമോൺ ഉൽപ്പാദനത്തിന് അയഡിൻ ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയുടെ ഹോർമോൺ ഉൽപ്പാദനത്തിന് ആവശ്യമായിട്ടുള്ള ധാതു ഏതെന്ന് ചിലപ്പോൾ ചോദിക്കാം. അതേത് ധാതുവാണ്? അത് അയഡിനാണ്. ഇനി നമ്മൾ പഠിക്കുന്നത് പോഷകേതര ഘടകങ്ങളുണ്ട്. അപ്പോൾ ഈ പോഷകേതര ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ അതിലെന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? പോഷക ഘടകങ്ങളെ പോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റു ചില ഘടകങ്ങളും നമ്മുടെ ആരോഗ്യത്തിന് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോഷക ഘടകങ്ങൾ ധാരാളം നമ്മൾ കഴിക്കണം, അതുപോലെ തന്നെ പോഷകേതര ആഹാരങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? കഴിക്കേണ്ട ആവശ്യകതയുണ്ട്. അവ ഏതെല്ലാം എന്നാണ് അടുത്ത് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പോഷകേതര ആഹാരമാണ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു വാഴപ്പിണ്ടിയുടെ ചിത്രമാണ് തന്നിരിക്കുന്നത്. വാഴപ്പിണ്ടി എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. വാഴയുടെ അകത്തുള്ള ഈ ഒരു സാധനം ഇതാണ് വാഴപ്പിണ്ടി എന്ന് പറയുന്നത്. വളരെയേറെ ഔഷധ ഗുണമുള്ള ഒരു സാധനമാണ് ഈ പറഞ്ഞ വാഴപ്പിണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ വാഴപ്പിണ്ടി മുറിച്ച് നോക്കി അവയിലെ നാരുകൾ നിരീക്ഷിക്കുക. അപ്പോൾ വാഴപ്പിണ്ടി നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നിറച്ച് നൂല് പോലുള്ള നാരുകൾ നമുക്ക് കാണാൻ സാധിക്കും. നാരുകളുള്ള മറ്റേതെല്ലാം ഭക്ഷണ സാധനങ്ങൾ നിങ്ങൾക്കറിയാം? അപ്പോൾ ഇതുപോലെ നാരുകളുള്ള മറ്റ് ബീൻസ്, അമരയ്ക്ക, ഇതിനൊക്കെ നല്ല നാരുകളുള്ള ഈ ഒരു ഭക്ഷ്യവസ്തുക്കളാണ്. ആഹാരത്തിൽ നാരുകൾ ഉൾപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? താഴെ കൊടുത്തിരിക്കുന്ന ഒരു കുറിപ്പ് ചർച്ച ചെയ്ത് നിഗമനത്തിലെത്താനൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് നാരുകൾ അല്ലെങ്കിൽ ഫൈബർ എന്ന് നമ്മൾ നോക്കാം. സസ്യ ആഹാരത്തിലൂടെ ലഭിക്കുന്നതും
ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ സെല്ലുലോസ് ആണ് നാരുകൾ. അപ്പം നാരുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സസ്യാഹാരത്തിലൂടെയാണ് നമുക്ക് ഈ നാരുകൾ ലഭിക്കുന്നത്. ഇനി ഇതിൻ്റെ പ്രത്യേകത, നമ്മുടെ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ആ ഒരു സെല്ലുലോസാണ് നാരുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നാരുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ദഹിക്കത്തൊന്നുമില്ല. നമ്മൾ നാരുകൾ ചേർന്ന് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അത് അതേപോലെ തന്നെയായിരിക്കും കിടക്കുന്നത്. അപ്പം നാരുകൾ പോഷക ഘടകമല്ല. അപ്പം ഈ നാരുകൾ എന്ന് പറയുന്നത് എന്താണ്? ഇത് പോഷക ഘടകമല്ല എങ്കിലും ദഹനം, വൻകുടലിലൂടെ വിസർജ്യ വസ്തുക്കളുടെ പുറന്തള്ളൽ എന്നിവ സുഗമമാക്കുന്നത് നാരുകളാണ്. അപ്പം ഈ നാരുകളുടെ പ്രത്യേകത മനസ്സിലായല്ലോ. അപ്പം ഇതിന് പോഷകഘടകമില്ല, പക്ഷേ എന്താണ്? ദഹനം, അതുപോലെ വൻകുടലിലൂടെ വിസർജ്യ വസ്തുക്കളുടെ പുറന്തള്ളൽ എന്നിവ സുഗമമാക്കുന്നത് നാരുകളാണ്. തവിട് അടങ്ങിയ ധാന്യങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴയുടെ പിണ്ടി, വാഴക്കൂമ്പ് തുടങ്ങിയവയിൽ ധാരാളം നാരുകൾ അടങ്ങിയിരിക്കുന്നു. അപ്പം ധാരാളം നാരുകൾ അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളെക്കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞത്. ഏതൊക്കെയാണ്? തവിടടങ്ങിയ ധാന്യങ്ങളിലും അതുപോലെ ഇലക്കറികളിലും പച്ചക്കറികളിലും വാഴയുടെ പിണ്ടിയിലും വാഴക്കൂമ്പിലുമൊക്കെ ധാരാളമായിട്ട് എന്തുണ്ട്? നാരുകൾ അടങ്ങിയിരിക്കുന്നു. ഇനി നമ്മൾ അച്ഛനോടും അമ്മയോടും ചോദിച്ച് കുട്ടികൾക്ക് വാഴയുടെ പിണ്ടിയോ കൂമ്പോ ഉപയോഗിച്ച് അവരുടെ വീട്ടിൽ തയ്യാറാക്കുന്ന ഭക്ഷ്യവിഭവങ്ങൾ ഏതെല്ലാമെന്നൊക്കെ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പറയുന്നത് എന്താണ്? മാമ്പഴം ജ്യൂസ്, മാമ്പഴം, ഇതിൻ്റെയൊക്കെ ചിത്രം ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. മാമ്പഴ കഷ്ണങ്ങളും അരിച്ചെടുത്ത മാമ്പഴ ജ്യൂസും ശ്രദ്ധിച്ചില്ലേ? ഏതിലാണ് കൂടുതൽ നാരുകൾ ഉണ്ടാവുക? എന്തുകൊണ്ട്? ചർച്ച ചെയ്യൂ. ഇനി മുതൽ മാമ്പഴം, ഓറഞ്ച്, ആപ്പിൾ തുടങ്ങിയ പഴവർഗ്ഗങ്ങൾ ജ്യൂസ് രൂപത്തിലാക്കാതെ കഴിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. അപ്പം നമ്മൾ പലരും എന്താണ്, ഇപ്പോൾ മാങ്ങ, അതുപോലെ ഓറഞ്ച്, ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒക്കെ എന്തായിട്ടാണ്? ജ്യൂസായിട്ടാണ് കുടിക്കാറ്. അപ്പോൾ ഇവിടെ പറഞ്ഞ എന്താണ്? നമ്മൾ ജ്യൂസ് അടിച്ച് കുടിക്കുന്നതിനേക്കാൾ വളരെയേറെ ഫലപ്രദമെന്ന് പറയുന്നത് എന്താണ്? അത് അതേപോലെ കഴിക്കുക എന്നതാണ്. ഇനി ജലം എന്താ നോക്കാം. ജലത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ ഏതാണ്ട് 70% ജലമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ നമ്മുടെ മനുഷ്യ ശരീരം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 70% എന്താണ്? ജലമാണ്. ദഹനം, രക്തചംക്രമണം, വിസർജനം തുടങ്ങി വിവിധ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ജലം ആവശ്യമാണ്. അപ്പം നമുക്ക് ജലം എന്തിനൊക്കെയാണ്? വെറുതെ അല്ല, നമ്മുടെ ദഹനം, അതുപോലെ രക്തചംക്രമണം, വിസർജനം, ഇതൊക്കെ ഫലപ്രദമായ രീതിയിൽ നടക്കണമെങ്കിൽ അവിടെ എന്താവശ്യമാണ്? ജലം ആവശ്യമാണ്. മൂത്രം, വിയർപ്പ് മുതലായവയിലൂടെ ശരീരത്തിൽ നിന്ന് ജലനഷ്ടം ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ ശരീരത്തിൽ നിന്ന് നമ്മൾ മൂത്രം ഒഴിക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ വിയർക്കുമ്പോഴും ഒക്കെ ധാരാളമായിട്ട് എന്ത് പുറന്തള്ളപ്പെടുന്നു? നമ്മുടെ ജലത്തിൽ ജലാംശം നഷ്ടമാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ധാരാളം ശുദ്ധജലം കുടിക്കണം എന്ന് പറയുന്നത്. കുട്ടികൾ ഒരു ദിവസം 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കേണ്ടതുണ്ട്. അപ്പോൾ കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യണം? 10-12 ഗ്ലാസ് വെള്ളം കുടിക്കണം എന്നാണ് പറയുന്നത്. കുട്ടികൾ 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം ഒരു ദിവസം കുടിക്കണം. ഇനി അതുപോലെ തന്നെ എന്താണ്? തക്കാളി, വെള്ളരി, തണ്ണിമത്തൻ തുടങ്ങിയ പച്ചക്കറികളിൽ ധാരാളം ജലം അടങ്ങിയിരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യണം? വെള്ളരി, അതുപോലെ തക്കാളി, തണ്ണിമത്തൻ തുടങ്ങിയ പച്ചക്കറികളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഇതിലെല്ലാം ധാരാളം ജലം അടങ്ങിയിട്ടുണ്ട്. ഇവയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പറയുന്നത് സമീകൃത ആഹാരം അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റിനെ കുറിച്ചാണ്. എന്താണ് സമീകൃത ആഹാരം എന്ന് നമുക്ക് നോക്കാം. ആരോഗ്യം നിലനിർത്തുന്നതിന് നിശ്ചിത അളവിൽ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ്, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവ അടങ്ങിയിരിക്കുന്ന ഭക്ഷണക്രമമാണ് നാം ശീലിക്കേണ്ടത്. അപ്പം നമ്മുടെ ഭക്ഷണത്തിൽ എന്തൊക്കെ ആവശ്യമാണ്? നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് നമ്മൾ സമീകൃത ആഹാരം കഴിക്കണം. അതിലെന്തൊക്കെയാണ്? നിശ്ചിത അളവിൽ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ്, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവ അടങ്ങിയിരിക്കുന്ന ഭക്ഷണക്രമമാണ് നാം ശീലിക്കേണ്ടത്.
ഇത്തരത്തിലുള്ള ഭക്ഷണക്രമമാണ് സമീകൃത ആഹാരം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഒരു വ്യക്തി സമീകൃത ആഹാരം കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ആഹാര രീതിയിൽ എന്തൊക്കെ ഉൾപ്പെടണം? അവിടെ പ്രോട്ടീൻ ഉണ്ടായിരിക്കണം, കാർബോഹൈഡ്രേറ്റ് ഉണ്ടായിരിക്കണം, കൊഴുപ്പ് ഉണ്ടായിരിക്കണം, വൈറ്റമിൻ ഉണ്ടായിരിക്കണം, അതുപോലെ ധാതുക്കൾ, ഇവയൊക്കെ അടങ്ങിയതാണ് സമീകൃതാഹാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എല്ലാ പോഷക ഘടകങ്ങളും മതിയായ തോതിൽ അടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥം ഉണ്ടോ? അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു ഭക്ഷണ പദാർത്ഥം കഴിച്ചു കഴിഞ്ഞാൽ അതിലെന്തുണ്ടാവില്ല? എല്ലാ പോഷക ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഭക്ഷ്യവസ്തുവിലെ പോഷക ഘടകത്തിൽ ഉണ്ടാവുന്ന കുറവ് മറ്റൊരു ഭക്ഷണത്തിലൂടെയാണ് നാം നികത്തേണ്ടത്. അപ്പോൾ ഒരു ഭക്ഷണം നമ്മൾ കഴിച്ചു, അതിൽ നമുക്ക് എല്ലാ ഈ പറഞ്ഞ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഈ പറഞ്ഞ വൈറ്റമിൻസും ധാതുക്കളും കൊഴുപ്പും ഒന്നും നമുക്ക് കിട്ടിയില്ല. പക്ഷെ അതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾ എന്ത് ചെയ്യണം? കഴിക്കണം. അങ്ങനെയെങ്കിൽ നാം കഴിക്കുന്ന ഭക്ഷണം വൈവിധ്യമുള്ളതായിരിക്കണ്ടേ. അപ്പം അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? വൈവിധ്യമാർന്ന ഭക്ഷണം കഴിക്കണമെന്നാണ് പറയുന്നത്. ഇനി നിങ്ങൾ നേരത്തെ ഒരു ദിവസത്തെ ആഹാരം പട്ടികപ്പെടുത്തിയിട്ടുണ്ടല്ലോ. എല്ലാ പോഷക ഘടകങ്ങളും ഉൾപ്പെട്ട സമീകൃത ആഹാരമാണോ അതെന്ന് പരിശോധിക്കുക. അപ്പം നമ്മൾ കഴിക്കുന്ന ആഹാരം എല്ലാ പോഷക ഘടകങ്ങളും അടങ്ങിയ സമീകൃത ആഹാരമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതല്ല എങ്കിൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ ആവശ്യമായ മാറ്റം വരുത്തി പട്ടിക തയ്യാറാക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് ഓരോ ഭക്ഷണത്തിൽ വരുത്തേണ്ട മാറ്റം അതൊക്കെ ഒരു കോളത്തിൽ തന്നിട്ടുണ്ട്. പ്രഭാത ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടവ, ഉച്ചഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടവ, രാത്രി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടവ, ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എൻ്റെ ഫുഡ് പ്ലേറ്റ്. നാം ചർച്ച ചെയ്ത പോഷക ഘടകങ്ങളിൽ ഒരു ഘടകവും ഒഴിവാക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായില്ലേ? എല്ലാ പോഷക ഘടകങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മാതൃകയാണ് ചിത്രത്തിൽ നൽകിയിരിക്കുന്നത്. ഒരു ദിവസം കഴിക്കേണ്ട ഭക്ഷ്യവസ്തുക്കളുടെ അളവുകൾ ഇവിടെ ചിത്രത്തിൽ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ ഒരു ദിവസം കഴിക്കേണ്ടത്? അപ്പോൾ ഈ പറഞ്ഞ അളവനുസരിച്ചായിരിക്കണം നമ്മൾ ഓരോരുത്തരും ഭക്ഷണം കഴിക്കേണ്ടത്. എന്നാൽ മാത്രമാണ് ആ ഭക്ഷണത്തിന് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റൂ? സമീകൃത ആഹാരമാണ് അത് എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. അപ്പം നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് എന്താണ്? പഴങ്ങൾ. ഒരു ദിവസം നമ്മൾ 100 ഗ്രാം പഴം ഒരു മനുഷ്യൻ കഴിക്കണം. അപ്പോൾ പഴങ്ങളുടെ അളവ് എത്രയാണ്? അത് പ്രായമനുസരിച്ചായിരിക്കും കേട്ടോ. അപ്പോൾ പഴങ്ങൾ എന്ന് പറയുന്നത് 100 ഗ്രാം ആണ്. അതുപോലെ പയർ വർഗ്ഗങ്ങൾ, അതിൽ തന്നെ മുട്ട, പയർ വർഗ്ഗങ്ങൾ, മുട്ട, മത്സ്യം, മാംസം, ഇതെല്ലാം കൂടി 85 ഗ്രാമാണ് നമ്മൾ കഴിക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ്? പയർ വർഗ്ഗങ്ങൾ, അതുപോലെ മുട്ട, മത്സ്യം, മാംസം, ഇവ 85 ഗ്രാം കഴിക്കണം. ഇനി പാല് അല്ലെങ്കിൽ തൈര്, പാലോ തൈരോ എത്രയാണ്? 300 ml ആണ് നമ്മൾ കഴിക്കേണ്ടത്. 300 മില്ലി നമ്മൾ കഴിച്ച് ഇരിക്കണം. ഇനി അണ്ടിപ്പരിപ്പുകൾ, വിത്തുകൾ, ഇവ എല്ലാം കൂടി 30 ഗ്രാം കഴിച്ചിരിക്കണം. ഈ വിത്തുകൾ ഉദ്ദേശിക്കുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഒരു 30 ഗ്രാം നമ്മൾ കഴിച്ചിരിക്കണം. ഇനി കൊഴുപ്പുകളുണ്ട്. കൊഴുപ്പുകൾ നമ്മുടെ ശരീരത്തിൽ 27 ഗ്രാമാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ കഴിക്കേണ്ട കൊഴുപ്പുകൾ. ഇനി നമ്മുടെ ധാന്യങ്ങൾ നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടത് 260 ഗ്രാമാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഗോതമ്പാണെങ്കിലും അരിയാണെങ്കിലും ഇങ്ങനെ നമ്മൾ 260 ഗ്രാമാണ് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ആളുടെ ഫുഡ് ക്രമം. അതുപോലെ പച്ചക്കറിയുണ്ട്. പച്ചക്കറിയുടെ അളവെന്ന് പറയുന്നത് എത്രയാണ്? 400 ഗ്രാമാണ്. അപ്പം ഇതാണ് നമ്മുടെ ഒരു ഫുഡ് പ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ അളവിൽ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ആഹാരത്തെ എന്തെന്ന് പറയാം? അങ്ങനെയുള്ള ആഹാരമാണ് നമ്മൾ സമീകൃത ആഹാരം എന്ന് പറയുന്നത്. ഇനി നമ്മൾ നിങ്ങളുടെ ആഹാര രീതി അനുസരിച്ച് എല്ലാ പോഷക ഘടകങ്ങളും ഉൾപ്പെടുന്ന വിധം ഒരു ദിവസത്തെ ഭക്ഷണ ചാർട്ട് തയ്യാറാക്കി വീട്ടിലും ക്ലാസ്സിലും പ്രദർശിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ചാർട്ട് പോലെ ഇവിടെ നമുക്ക് തന്നിട്ടുമുണ്ട്. അപ്പോൾ നമ്മുടെ കാർബോഹൈഡ്രേറ്റ് നമ്മൾ ഏതൊക്കെയാണ്? അരി, അതുപോലെയുള്ള മറ്റ് സാധനങ്ങൾ,
അരി, കിഴങ്ങ് വർഗ്ഗങ്ങൾ, അങ്ങനെ ഗോതമ്പ്, ഇതിലൊക്കെ എന്തുണ്ട്? കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഓരോരുത്തരും കഴിക്കുന്നതിൻ്റെ ചാർട്ടാണ് പറയുന്നത്. ഇനി കൊഴുപ്പാണെങ്കിലോ അതിൽ നെയ്യുണ്ട്, മത്സ്യമുണ്ട്, എണ്ണയുണ്ട്. ഇതൊക്കെ കൊഴുപ്പ് ചേർന്ന ആഹാരത്തിൽ വരും. വിറ്റാമിൻ ആണെങ്കിലോ നെല്ലിക്ക, പപ്പായ, അതുപോലെ പാല്, ഇതെല്ലാം ഏതിൽ വരും? പച്ചക്കറികൾ, ഇതൊക്കെ വിറ്റാമിനിൽ വരും. അതുപോലെ ധാതുക്കൾ നമ്മൾ ആഹാരത്തിൽ ഇപ്പോൾ അയഡിൻ, കാൽസ്യം, അയൺ, ഇതൊക്കെ ചേർന്ന ആഹാരം നമ്മൾ ധാരാളമായിട്ട് കഴിക്കണം. ഇനി പ്രോട്ടീൻ ചേർന്ന മുട്ട, പാല്, അങ്ങനെയുള്ള ആഹാരങ്ങൾ, മത്സ്യം, മാംസ്യം, ഇതൊക്കെ നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫുഡ് ചാർട്ട് എന്ന് പറയുന്നത്. ഇനി അതുപോലെ ഇലക്കറികൾ, ധാതുക്കളിൽ വരുമ്പോൾ ഇലക്കറികൾ നമ്മൾ മഗ്നീഷ്യം, മുരിങ്ങയില, ഇതിലൊക്കെ അയൺ ഒക്കെ ചേർന്ന ഇലക്കറികൾ ധാരാളമായിട്ട് കഴിക്കണം. അതുപോലെ പ്രോട്ടീനിലാണെങ്കിലോ ചെറുപയർ, ധാന്യങ്ങൾ, ഇതൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ദിവസത്തെ ഭക്ഷണ ചാർട്ട് എന്ന് പറയുന്നത്. ഇനി ഉച്ചഭക്ഷണവും കലോറിയും. അപ്പം നമ്മൾ സ്കൂൾ ഉച്ചഭക്ഷണത്തിൻ്റെ 5 ദിവസത്തെ മെനു പരിശോധിക്കുക. അതിൽ ഏതെല്ലാം വിഭവങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? ഓരോ ദിവസത്തെയും മെനു ടീച്ചറുമായി ചർച്ച ചെയ്ത് വിഭവങ്ങളും അവയിലടങ്ങിയ പോഷക ഘടകങ്ങളും പരിശോധിച്ച് പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ്? ഒരു ദിവസം അവിടുത്തെ വിഭവങ്ങൾ, പോഷക ഘടകങ്ങൾ. അപ്പോൾ തിങ്കൾ, ചൊവ്വ, ഇങ്ങനെ ഓരോ ദിവസവും തന്നിട്ടുണ്ട്. ഓരോ ദിവസത്തെയും വിഭവങ്ങളും പോഷക ഘടകങ്ങളും രേഖപ്പെടുത്തിയത് ശ്രദ്ധിച്ചില്ലേ? ഇനി കുട്ടികൾക്ക് സമീകൃത ആഹാരം ലഭിക്കുന്ന രീതിയിലാണ് സ്കൂൾ ഉച്ചഭക്ഷണത്തിൻ്റെ മെനു തയ്യാറാക്കിയിരിക്കുന്നതെന്ന് മനസ്സിലായില്ലേ? അപ്പം നമ്മൾ പണ്ടത്തെ പോലെയല്ല. ഇപ്പോഴത്തെ സ്കൂൾ ഉച്ചഭക്ഷണത്തിൽ അവർ എന്തൊക്കെയാണ്? പച്ചക്കറികൾ, അതുപോലെ മുട്ട, അങ്ങനെയുള്ള ഇലക്കറികൾ, ഇതൊക്കെ പരിപ്പ് വർഗ്ഗങ്ങൾ, ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള. അപ്പോൾ അതിലെല്ലാം നമുക്ക് നോക്കുമ്പോൾ കാർബോഹൈഡ്രേറ്റും അതുപോലെ ധാതുക്കളും അതേപോലെ തന്നെ വൈറ്റമിൻസ്, അതുപോലെ പ്രോട്ടീന്, കൊഴുപ്പ്, ഇതൊക്കെ അടങ്ങിയ ആഹാരങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ കുട്ടികൾക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കുട്ടികളുടെ ആഹാരം എന്ന് പറയുന്നത് ഒരു സമീകൃത ആഹാരമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ഇനി കലോറി, എന്താണ് കലോറി എന്ന് നമുക്ക് നോക്കാം. ഭക്ഷണത്തിലെ ഊർജത്തിൻ്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റാണ് കലോറി. അപ്പം നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന ഊർജത്തിൻ്റെ അളവ്. ആ ഊർജത്തിൻ്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കലോറി എന്ന് പറയുന്നത്. ശ്വസനം, രക്തചംക്രമണം തുടങ്ങിയ ശാരീരിക പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് ഊർജം ആവശ്യമാണ്. അപ്പം നമ്മുടെ ശരീരത്തിൽ ഊർജം ആവശ്യമാണ് എന്ന് പറയുന്നത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? നമ്മുടെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കണം? ശ്വസനം, അതുപോലെ രക്തചംക്രമണം, ഈ ശാരീരിക പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് നമുക്ക് എന്താവശ്യമാണ്? ഊർജം ആവശ്യമാണ്. ശാരീരിക അധ്വാനമുള്ള ഒരു പുരുഷന് പ്രതിദിനം ശരാശരി 1900 മുതൽ 2400 കലോറി വരെ ഊർജം ആവശ്യമാണ്. അപ്പം നമ്മൾ ഒരു പുരുഷനെ എടുക്കുകയാണെങ്കിൽ, നല്ല അധ്വാനശേഷിയൊക്കെ ഉള്ളൊരു പുരുഷനെ എടുക്കുകയാണെങ്കിൽ ദിവസം 1900 മുതൽ 2400 കലോറി വരെ ഊർജം ആവശ്യമാണ്. ഇനി ശാരീരിക അധ്വാനമുള്ള ഒരു സ്ത്രീക്ക് പ്രതിദിനം ശരാശരി 1600 മുതൽ 2000 കലോറി വരെ ഊർജം ആവശ്യമാണ്. അപ്പം സ്ത്രീയാണ് എങ്കിൽ എത്ര മുതൽ എത്ര വരെ? 1600 മുതൽ 2000 കലോറി വരെ ഊർജം ആവശ്യമാണ്. ഇനി ഒരു മുതിർന്ന കുട്ടിക്ക് പ്രതിദിനം ശരാശരി 1200 മുതൽ 1400 കലോറി വരെ ഊർജം ആവശ്യമാണ്. അപ്പം നമ്മൾ വലിയൊരു വീട്ടിലെ മുതിർന്നൊരു കുട്ടി എടുക്കുകയാണെങ്കിൽ അതിന് എത്രയാണ്? 1200 മുതൽ 1400 കലോറി വരെ ഊർജം ആവശ്യമാണ്. സ്കൂൾ ഉച്ചഭക്ഷണത്തിലൂടെ ഏകദേശം 750 കലോറി ഊർജം ലഭിക്കുന്നു. അപ്പോൾ നമ്മൾ സ്കൂളിലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകുമ്പോൾ അതിലൂടെ അവർക്ക് എത്ര? 750 കലോറി ഊർജം അവർക്ക് ലഭിക്കുന്നുണ്ട്. മറ്റ് നേരങ്ങളിൽ കഴിക്കുന്ന ആഹാരത്തിലൂടെ ആവശ്യമായ ബാക്കി കലോറി ലഭ്യമാക്കാൻ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ബാക്കി കലോറി ആഹാരം എന്ത് ചെയ്യണം? നമ്മൾ കഴിക്കുന്ന മറ്റ് ആഹാരത്തിലൂടെ, ഇപ്പോൾ രാവിലെ ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് കഴിക്കും, അതുപോലെ വൈകുന്നേരം, അതുപോലെ രാവിലെ ഒക്കെ നമ്മൾ കഴിക്കാൻ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ആ കലോറി പൂർണ്ണമാകും.
ഉച്ചഭക്ഷണം മെച്ചപ്പെടുത്തുന്നതിനായി ചിലവ് കുറഞ്ഞതും പോഷകസമൃദ്ധവുമായ വിഭവങ്ങൾ നിർദ്ദേശിക്കാമോ? അപ്പോൾ നമ്മൾ വിഭവങ്ങൾ നിർദ്ദേശിച്ച് ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാക്കാൻ നിർദ്ദേശിക്കുന്ന കുട്ടികളോട് പറഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ പോഷകമൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണം? ആഹാരം പാകം ചെയ്യുമ്പോൾ എങ്ങനെയെല്ലാമാണ് പോഷകമൂല്യങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത്? അപ്പോൾ നമുക്ക് എപ്പോഴും അറിയാം, പച്ചക്കറി മുറിച്ചതിന് ശേഷം കഴുകുമ്പോൾ അതിൻ്റെ പോഷകമൂല്യം നഷ്ടമാകുന്നു. അതുപോലെ തന്നെ ആഹാര സാധനങ്ങൾ തുറന്ന് വെച്ച് വേവിക്കുമ്പോൾ, പച്ചക്കറി പോലുള്ളവയൊക്കെ തുറന്ന് വെച്ച് വേവിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിൽ ഉള്ള ആ ഒരു പോഷകമൂല്യം നഷ്ടമാകുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. ഇനി പഴങ്ങളും പച്ചക്കറികളും മുറിച്ചതിന് ശേഷം കഴുകാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ സ്വീകരിക്കേണ്ട മാർഗങ്ങൾ വീട്ടിലെ മുതിർന്നവരുമായി ചർച്ച ചെയ്ത് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാനൊക്കെ കുട്ടികൾക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആഹാര സാധനങ്ങൾ അതുപോലെ പച്ചക്കറികളൊന്നും മുറിച്ചതിന് ശേഷം എന്ത് ചെയ്യാൻ പാടില്ല? കഴുകാൻ പാടില്ല. ആരോഗ്യത്തോടെ വളരാൻ പോഷകസമൃദ്ധമായ ആഹാരം കഴിക്കേണ്ടതിൻ്റെ ആവശ്യം മനസ്സിലായില്ലേ? പോഷകസമൃദ്ധമായ ആഹാരം ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് മാത്രമല്ല, അത് നമ്മുടെ അവകാശവുമാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ, ഒന്നാമത്തെ ചാപ്റ്റർ ആഹാരത്തിലൂടെ ആരോഗ്യം എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് വിലയിരുത്താം എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തോട്ടാണ് നമ്മൾ പോകുന്നത്. പോഷക ഘടകങ്ങളും അവ കൂടുതലായി അടങ്ങിയിരിക്കുന്ന ആഹാര വസ്തുക്കളും തന്നിട്ടുണ്ട്. അവ ശരിയായ രീതിയിൽ വരച്ച് യോജിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ ഇവിടെ നമ്മൾ കാർബോഹൈഡ്രേറ്റ്, ധാതുക്കൾ, കൊഴുപ്പ്, പ്രോട്ടീൻ എ ഭാഗത്ത് അത് തന്നിട്ടുണ്ട്. ഇനി ബി ഭാഗം എടുക്കുകയാണെങ്കിൽ അവിടെ എന്തൊക്കെയാണ്? ഇലക്കറികൾ, പയർവർഗ്ഗങ്ങൾ, മുട്ട, ധാന്യങ്ങൾ, എണ്ണകൾ എന്നിവയുടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോന്നും അതിൻ്റെതായ ശരി. ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഏതിലാണ്? ധാന്യങ്ങളിലാണ് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിരിക്കുന്നത്. ഇനി കാർബോഹൈഡ്രേറ്റ്, ധാന്യങ്ങൾ. അടുത്ത ധാതുക്കൾ ഏതിലാണ് ഉള്ളത്? ഇലക്കറികളിലാണ് ധാതുക്കൾ അടങ്ങിയിരിക്കുന്നത്. കൊഴുപ്പാണെങ്കിലോ എണ്ണകളിലാണ് കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നത്. പ്രോട്ടീൻ ആണെങ്കിലോ പ്രോട്ടീൻ അടങ്ങിയത് പയറുവർഗ്ഗങ്ങൾ, മുട്ട എന്നിവയിലാണ്. അടുത്ത് നമ്മൾ നോക്കുന്നത് എന്താണ്? അയഡിൻ അടങ്ങിയ ആഹാരം കഴിക്കാത്ത ഒരു വ്യക്തിക്ക് വരാവുന്ന ആരോഗ്യ പ്രശ്നം എന്താണ്? അപ്പോൾ ഇത് കണ്ണടച്ചുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റും. അയഡിൻ കഴിക്കാത്ത അടങ്ങിയ ആഹാരം കഴിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അയാൾക്കുണ്ടാകുന്ന പ്രധാനപ്പെട്ട രോഗം എന്താണ്? ഗോയിറ്റർ തന്നെയാണ്. ഇനി നാരുകളെ ദഹിപ്പിക്കാൻ നമ്മുടെ ശരീരത്തിന് കഴിയില്ല, പിന്നെ എന്തിനാണ് നാരുകളുള്ള ആഹാരം കഴിക്കണമെന്ന് പറയുന്നത്? അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു, നമ്മുടെ ആ ദഹന പ്രക്രിയ ശരിയായ, അതുപോലെ വൻകുടലിൻ്റെ പ്രവർത്തനം, ഇതൊക്കെ ശരിയായ രീതിയിൽ നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നാരുകൾ ചേർന്ന ഭക്ഷണം കഴിക്കേണ്ടതെന്ന് പറഞ്ഞു. പല്ലിൻ്റെ ആരോഗ്യത്തിന് ഏത് പോഷക ഘടകമാണ് വേണ്ടത്? ഈ പോഷക ഘടകങ്ങൾ നമുക്ക് ഏതൊക്കെ ആഹാര വസ്തുക്കളിൽ നിന്ന് ലഭിക്കും? അപ്പോൾ പല്ലിൻ്റെ ആരോഗ്യത്തിന് നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ്? കാൽസ്യം, അതുപോലെ തന്നെ വിറ്റാമിൻ സി നമ്മുടെ പല്ലിൻ്റെയും മോണയുടെയും ഒക്കെ ആരോഗ്യത്തിന് വേണം. പല്ലിൻ്റെ ആരോഗ്യത്തിന് കാൽസ്യം നിറഞ്ഞ ആഹാരമാണ് വേണ്ടത്. ഇനി ടീച്ചർ ഇന്ന് അയൺ ഗുളിക തന്നു, പക്ഷെ ഞാനത് കഴിച്ചില്ല. അരുണ പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? അപ്പോൾ ടീച്ചർ അയൺ ഗുളിക തന്നു, പക്ഷെ ഞാനത് കഴിച്ചില്ല. അപ്പോൾ അയൺ ഗുളിക നമ്മുടെ ശരീരത്തിൽ അനീമിയ അല്ലെങ്കിൽ വിളർച്ച ഉണ്ടാകുന്നത് തടയുന്നതാണ് ഈ അയൺ ഗുളിക എന്ന് പറയുന്നത്. വിറ്റാമിനുകളും ധാതുക്കളും നമ്മുടെ ശരീരത്തിന് കുറഞ്ഞ അളവിലല്ലേ ആവശ്യമുള്ളൂ. അതിനാൽ അവ അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ആഹാരത്തിൽ കുറച്ച് മാത്രം ഉൾപ്പെടുത്തിയാൽ മതി. ഒരു കുട്ടിയുടെ അഭിപ്രായമാണിത്. ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? ഇപ്പോൾ വിറ്റാമിനുകളും ധാതുക്കളും നമ്മുടെ ശരീരത്തിന് കുറഞ്ഞ അളവിലല്ലേ ആവശ്യമുള്ളൂ. അതിനാൽ അവ അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ആഹാരത്തിൽ കുറച്ച് മാത്രം ഉൾപ്പെടുത്തിയാൽ മതിയാകുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, വിറ്റാമിൻ, കൊഴുപ്പ് എന്നിവ നമുക്ക് വേണം. അപ്പം അതിനനുസരിച്ചുള്ള ആഹാരം നമ്മൾ കഴിച്ചാൽ മതി. ഇനി തുടർ പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? വീട്ടിലുണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു ഭക്ഷ്യവിഭവത്തിൻ്റെ
പാചകക്കുറിപ്പ് തയ്യാറാക്കുക, ഓരോരുത്തരും തയ്യാറാക്കിയ പാചകക്കുറിപ്പ് പരസ്പരം കൈമാറി വായിക്കൂ, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി വീട്ടുപരിസരത്ത് നിന്ന് ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് ഒരു സമീകൃത ആഹാര ചാർട്ട് തയ്യാറാക്കാനും പറഞ്ഞിട്ടുണ്ട്. കടകളിൽ നിന്നും വാങ്ങുന്ന പാക്കറ്റ് ഭക്ഷണം നിരീക്ഷിച്ച് പോഷകഘടകങ്ങൾ കണ്ടെത്തൂ, കുറിപ്പ് തയ്യാറാക്കി അവതരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആഹാരവും ആരോഗ്യവും എന്ന വിഷയത്തിൽ ക്ലാസ്സിൽ ഒരു സെമിനാർ സംഘടിപ്പിക്കുവാനും ഇവിടെ ആ വിഷയവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത മേഖലകളെ സ്പർശിക്കുന്ന വിവരങ്ങൾ ശേഖരിച്ച് പ്രബന്ധം തയ്യാറാക്കുവാനും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം, ഒരു കുഴപ്പവുമില്ല. നമ്മൾ ക്ലാസ്സുകൾ അതനുസരിച്ച് വീണ്ടും വീണ്ടും മെച്ചപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ ഇടുക. അപ്പോൾ ഇനിയും ക്ലാസ്സുകൾ മെച്ചപ്പെടുത്തണോ അതോ എങ്ങനെയാണ് വേണ്ടത് എന്നുള്ള കമൻറ്റുകൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിൽ മുന്നോട്ട് പോകാവുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.